ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നതാണ്. ഇന്ന് നമുക്കൊരു LG ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഒരു ഇൻവെർട്ടർ ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഇങ്ങനെ ഒരു ബോർഡാണ് ആദ്യം കൈ കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മളിതിൻ്റെ AC കണക്ഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കി. അതിന് മുമ്പും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അതെ, ഈ പോയിന്റിലാണ് നമ്മൾ AC 230 വോൾട്ടേജ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഈ ഫ്യൂസ് വഴി ഈ രണ്ട് ഡിസ്ക് കപ്പാസിറ്റർ, MOV ഇതൊക്കെ ഇതെല്ലാം പാസ് ചെയ്ത്, ലൈൻ ട്രാൻസ്ഫോമറും പാസ് ചെയ്ത് ഈ റെക്ടിഫയറിലെത്തും. റെക്ടിഫയറിലെത്തുന്നതിന് മുമ്പ് ഒരു OLP ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ വരുന്ന ഒരു തെർമിസ്റ്റർ വഴി സീരീസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ റെക്ടിഫയറിലെത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യും, ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ OLP കണക്ഷൻ ഒന്ന് ഷോർട്ട് ചെയ്ത് വെക്കുന്നത് ആയിരിക്കും നല്ലത്. എന്നാലേ ഇതിലേക്ക് കണക്ഷൻ കിട്ടുള്ളൂ. ഇതിലേക്ക് കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 230 വോൾട്ട് ഈ റെക്ടിഫൈ ചെയ്ത് ഈ കപ്പാസിറ്റർ ഫിൽറ്റർ ചെയ്ത് ഈ STR വഴി ഇത് ഒരു SMBS ആണ്, ഇതൊരു മാസ്റ്റർ SMBS, അത് രണ്ടിനും കൂടെ ചേർന്നിട്ടുള്ള SMBS ആണ്. ഇതിൻ്റെ 300 വോൾട്ട് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്യുമ്പോൾ 300 വോൾട്ട് ഡയറക്റ്റായിട്ട് ഈ IPMലേക്കും പിന്നെ ഈ SMBSൻ്റെ ഈ ICയിലേക്കും വരും, ഈ STRലേക്കും വരും. ഈ STRൽ നിന്ന് നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇവിടെ ഒരു 15 വോൾട്ട്, ഒരു 12 വോൾട്ട്, 5 വോൾട്ട്, അങ്ങനെ 2-3 ടൈപ്പിലുള്ള പവർ സപ്ലൈ DC വോൾട്ട് നമുക്ക് കിട്ടും. ആ വോൾട്ടേജസ് ആണ് ഈ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 230 വോൾട്ടേജ് ഇവിടെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ഔട്ട്പുട്ട് എല്ലാം വരുന്നുണ്ടോ, 230 വോൾട്ട് ഇവിടെ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് നോക്കിയതിന് ശേഷം ഈ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 3 സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ സ്വിച്ച്, ലൈറ്റ്, ഫാൻ, ഇതിൻ്റെ കണക്ഷൻസൊക്കെയാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 3 സെൻസർ മസ്റ്റാണ് ഇത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ UVW ഔട്ട്പുട്ടിൽ വരുന്ന, അതായത് ഈ ICയുടെ ഔട്ട്പുട്ട്, ഇതാണ് നമ്മൾ കംപ്രസർ കണക്ഷനിലേക്ക് കൊടുക്കുന്നത്. ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ടെസ്റ്റ് ബട്ടണിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഓൺ ആവണം. അത് ഓൺ ആയില്ലെങ്കിൽ എന്തുകൊണ്ട് ഓൺ ആവുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കിതിലൊരു 230 വോൾട്ട് ഇവിടെ കൊടുക്കാം. കൊടുത്തിട്ട് ഈ വോൾട്ടേജ് എല്ലാം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വോൾട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈവ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ഇവിടെ ഒരു LED ഉണ്ട്, ഇത് ബ്ലിങ്ക് ആവും. അതേപോലെ തന്നെ ഇവിടെ ഒരു LED ഉണ്ട്, അത് ബ്ലിങ്ക് ആവും. ഈ LEDയുടെ ബ്ലിങ്കിങ് ടൈം മെഷർ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ എറർ കോഡ്, അതായത് ഇതിൻ്റെ ഫാൾട്ട് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു 230 വോൾട്ട് ഇവിടെ കൊടുത്ത് നോക്കാം. ന്യൂട്രൽ ഫേസ്, ഇത് കെയർഫുള്ളായി കൊടുക്കണം. അഥവാ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വേറെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കും. അത് ഒരു സീരീസ് കണക്ഷൻ വഴിയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഡയറക്റ്റ് 230 ഒരിക്കലും കൊടുക്കില്ല. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സീരീസ് കണക്ഷനിൽ, അതായത് ഒരു ബൾബ് വഴി സീരീസ് കൊടുക്കുമ്പോൾ ആ സീരീസിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ 230 വോൾട്ട് ആദ്യം കൊടുത്തൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാൻ പോകണം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു LED ബ്ലിങ്കിങ് ആയി അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇവിടെ ഈ റിലേസ് എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. അതായത് DC വോൾട്ട് ഔട്ട്പുട്ട് ഫാനിലേക്ക്, അതിനകത്ത് ഡോർ സ്വിച്ചിലേക്ക്, അതിനകത്ത് വരുന്ന LED ബൾബിലേക്ക് ഉള്ള വോൾട്ടേജ് എല്ലാം ഇതുവഴിയാണ് പോകുന്നത്. ഹീറ്ററിലേക്ക് അതിനുള്ള റിലേസാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കംപ്രസർ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓരോ കംപ്ലൈൻറ്റ്, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ റിലേസ് ഏതാ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് സെൻസർ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ടെസ്റ്റ് ബട്ടണാണ്. ഈ ടെസ്റ്റ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ, സാധാരണഗതിയിൽ തെർമോസ്റ്റാറ്റിൽ നിന്ന് അതിൻ്റെ കമാൻഡ് കിട്ടിക്കഴിയുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. പക്ഷേ ഇതുപോലുള്ള ബോർഡുകളിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് ബട്ടൺ കൊടുക്കും. ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി
നമുക്കൊരു ചെറിയ ഡിവൈസ് ബൾബോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു DC മോട്ടർ ഞാൻ ഒരു കംപ്രസറിൻ്റെ പർപ്പസിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേണമെങ്കിൽ ലിങ്കിൽ കൊടുക്കാം. ഇത് വെച്ചിട്ട് നമ്മളിതൊന്ന് ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ടെസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, വേറെ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഓടേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓടുന്നില്ല. നോക്കൂ, ഇവിടെ ഒരു 7 പ്രാവശ്യം ഈ LED ബ്ലിങ്ക് ആവുക ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഈ വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഈ IPM വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഈ IPM കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഈ 7 ടൈം ബ്ലിങ്കിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ IPM റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഔട്ട്പുട്ടുകൾ വരും. ഈ പിന്നിൽ എല്ലാം കറക്റ്റ് വോൾട്ടേജസ് വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം IPM മാറ്റിയിട്ടാൽ ഉറപ്പായിട്ടും കംപ്രസർ വർക്ക് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കേട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കൈ കിട്ടുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇതെവിടെ തന്നെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. ഇവിടെ 5 വോൾട്ട് എഴുതിയിട്ടുണ്ട്, ഇതെവിടെ 15 വോൾട്ട് എഴുതിയിട്ടുണ്ട്, ഇതെവിടെ 12 വോൾട്ടും, അതുപോലെ തന്നെ ഇവിടെ 5 വോൾട്ട്, ഈ റിലേയുടെ 12 വോൾട്ട് ലൈൻ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. മെയിനായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വർക്കിംഗ് വോൾട്ട് ഒരു 15 വോൾട്ട് വരണം. ഈ 15 വോൾട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 15 വോൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കുക. വരുന്നുണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു 5 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, മെഷർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം കറക്റ്റായി കിട്ടുന്നുണ്ട്, എന്നിട്ടും ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഇത് തന്നെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള കാരണം എന്ത്? അത് ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ ഡയോഡുകൾ ഏതെങ്കിലും ഷോർട്ടായതാവാം. ഇവിടെ റെഗുലേറ്റർ IC വരുന്നുണ്ട്, അതായത് ഈ 5 വോൾട്ട് റെഗുലേറ്ററിനൊരു IC, അതുപോലെ 12 വോൾട്ടിനൊരു റെഗുലേറ്ററിന് IC, 15 വോൾട്ട് ഡയറക്റ്റ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു റെഗുലേറ്റർ IC വരുന്നുണ്ട് ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇതിൽ പറയുന്ന വോൾട്ടേജ് എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഡെഡായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇതൊരു ഫ്യൂസ് ഉണ്ട്, മൂവ് ചെയ്യാതെങ്കിലും ഈ ഡിസ്കുകൾ ഏതെങ്കിലും ഷോർട്ടായിട്ട് ചിലപ്പോൾ ഫ്യൂസ് അടിച്ചു പോകാം. STR കംപ്ലൈൻ്റ് ആയിട്ട്, അതായത് SMA സ്റ്റേജ് കംപ്ലൈൻ്റ് ആയാലും ഫ്യൂസ് അടിച്ചു പോകാം. റെക്ടിഫയർ പോയാലും ഫ്യൂസ് അടിച്ചു പോകാം. കപ്പാസിറ്ററിൽ എന്തെങ്കിലും ലീക്കോ ഷോർട്ടേജോ ഉണ്ടെങ്കിൽ ഫ്യൂസ് അടിച്ചു പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. അത് കഴിഞ്ഞ് STR കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഈ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നോക്കുക. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം വരുന്നുണ്ട്, എന്നിട്ടും ഈ ബ്ലിങ്കിങ് എല്ലാം വരുന്നുണ്ട്, എന്നിട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ മാത്രം നമ്മൾ ഈ ICയിൽ കൈവച്ചാൽ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അത്രയും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.